സിമ്പിളായിട്ടുള്ള ഒരു ദഹിപ്പൂരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം പൊട്ടാറ്റോ പുഴുങ്ങി അതിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞ് കുറച്ച് ഉള്ളിയും കുറച്ച് തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും പിന്നെ പുളിയില്ലാത്ത കട്ടത്തൈര് അതിലൊരു ഇത്തിരി പഞ്ചസാര ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തിട്ട് അത് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ പാനിപ്പൂരി നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നുണ്ട് കേട്ടോ. പൂരി പൊരിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഇതുപോലെ റോൾസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ പൊട്ടാറ്റോ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇത് എൻ്റെ കയ്യിൽ സ്റ്റാൻഡൊന്നും ഇല്ല കേട്ടോ, മൊബൈൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ 2 പീസ് തക്കാളി ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മളെ പഞ്ചസാര ചേർത്ത് ഉപ്പും പഞ്ചസാരയും ചേർക്കണം കേട്ടോ, മാറ്റി വെച്ച് തൈര് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തതിന് നമ്മൾ സിമ്പിൾ ദഹിപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറെ സോസുകളൊക്കെ ഒഴിക്കും കേട്ടോ, ഗ്രീൻ ചട്ടിനിയും പിന്നെ സ്വീറ്റ് സോസൊക്കെ ഒഴിക്കണം. അതൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ആകെ 5-6 എണ്ണല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് സോസൊക്കെ ഉണ്ടാക്കി അതൊക്കെ വേസ്റ്റ് ആവും. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആരും ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.